കോളേജിലെ പരിപാടിയിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് പിഴ ചുമത്തുമെന്ന വിചിത്ര ഉത്തരവുമായി പ്രിൻസിപ്പാൾ. തിരുവനന്തപുരം IMDR കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ JB രാജനാണ് ഉത്തരവിറക്കിയത്. പിഴ അടച്ചില്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് അടക്കം തടഞ്ഞുവെക്കുമെന്നും സർക്കുലർ. റിനു ശ്രീധർ വിവരങ്ങൾ വെച്ചു. റിനു, സാധാരണഗതിയിൽ കോളേജിലെ പരിപാടിയിൽ കുട്ടികൾ പങ്കെടുക്കാതിരിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, കുട്ടികൾ പങ്കെടുക്കേണ്ട ആവശ്യം കോളേജ് യൂണിയനാണ്. അതിൽ പ്രിൻസിപ്പലിന്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് പിഴ എന്നൊക്കെ സർക്കുലർ? റിനു. ഹാഷ്മി, തിരുവനന്തപുരം ചെറിയ കൊണ്ണിയിൽ പ്രവർത്തിക്കുന്ന IMDR കോളേജ് പ്രിൻസിപ്പളാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്ര ഉത്തരവ് പുറത്ത് ഇറക്കിയിരിക്കുന്നത്. 30-ാം തീയതിയായിരുന്നു കോളേജിന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. അതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് നോക്കാം കഴിയുന്നത്. അങ്ങനെ പങ്കെടുക്കാത്ത കുട്ടികൾക്കെതിരെയാണ് ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. ഈ കോളേജിന്റെ പരിപാടിയിൽ പങ്കെടുക്കാത്ത കുട്ടികൾക്ക് 250 രൂപ പിഴ. ഒപ്പം ഈ കോളേജിലേക്ക് ഒരു ഫണ്ട് കൃത്യമായി കുട്ടികളിൽ നിന്ന് പിരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ ഫണ്ട് നൽകാത്തവർക്ക് 500 രൂപ പിഴ ചേർത്ത് ഫൈൻ അടയ്ക്കണം. ഇത് രണ്ടും ചെയ്യാത്തവർക്ക് 750 രൂപ പിഴ അടയ്ക്കണം എന്നുള്ളതാണ് ഈ വിചിത്ര ഉത്തരവിൽ പറയുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് അടക്കം 2 ആഴ്ചക്കകം പരീക്ഷയാണ്. ഈ പിഴ അടച്ചില്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് ഉൾപ്പെടെ തടഞ്ഞു വെക്കുമെന്നും ഈ പ്രിൻസിപ്പലിന്റെ ഉത്തരവിൽ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ JB രാജനാണ് ഈ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിന് വലിയ പ്രതിഷേധം കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഉയരുന്നുണ്ട് ഈ വിചിത്ര ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രിൻസിപ്പലിനെ നമ്മൾ വിളിച്ച് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് കൂട്ടായെടുത്ത തീരുമാനമാണ്. ആ തീരുമാനം മാറ്റാൻ കഴിയില്ല. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്നെടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും നിലവിൽ ഈ വിചിത്ര ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്കിടയിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്, ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത്. കോളേജിൽ പങ്കെടുക്കണോ ഇല്ലയോ എന്നുള്ള കുട്ടികളുടെ തീരുമാനമാണ്. അങ്ങനെ പങ്കെടുക്കുന്നില്ല, സാധാരണ പങ്കെടുക്കാറുണ്ടോ? അങ്ങനെ കുട്ടികൾ പങ്കെടുക്കത്തില്ലെങ്കിൽ എന്താണ് കാരണം എന്ന് കോളേജ് യൂണിയൻ അന്വേഷിക്കേണ്ടതാണ്. അതിലൊക്കെ അപ്പുറം പണം അടയ്ക്കണം എന്നൊക്കെ പറയുന്നത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ ഉത്തരവിന്റെ പിന്നിൽ എന്ത് എന്ന കാര്യം കുറച്ച് വ്യക്തമാവട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.